ഞാൻ വീണ്ടും വിഴിഞ്ഞത്ത് വന്നു ഗുയിസ്. വിഴിഞ്ഞത്ത് വന്ന സീ ഫുഡ് അല്ലാതെ എന്ത് കഴിക്കാനാണ്? ഡെയിലി ബേസിസിൽ സീ ഫുഡ് ഫ്രഷ് ആയിട്ട് പിടയ്ക്കുന്നത് ഇവിടെ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ലൈവായിട്ട് ഗ്രില്ലോ ഫ്രൈയോ വീട് ചെയ്ത ഷോപ്പിലുള്ള അവരുടെ മെസ്സേജാണ്. പണി കിട്ടി, ക്യാഷ് പോയി, ഒരു പ്രൊഫൈൽ ബി പോലും കിട്ടിയില്ല. ഇതാണ് ആ ഷോപ്പ് അയച്ച മെസ്സേജ്. അടുത്ത മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഈ തിരുവനന്തപുരത്തെ ഫുഡ് വ്ളോഗർമാരെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏത് സമയം നോക്കിയാലും തമ്മിലടി തന്നെ ആന്ന്. ഇത് എന്തരപ്പ ഇങ്ങനെ? കുറച്ചു മുമ്പ് മുകേശം നായരുടെ വിഷയത്തിൽ കുറച്ച് വ്ളോഗർമാർ തമ്മിൽ തല്ലിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ അത് ആ സംഭവവുമായി കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു അടിപിടിയും കൂടി നടന്നിരിക്കുകയാണ്. റിവ്യൻ ക്രേസി വ്ളോഗറിലെ അരുണും അനാമിക വ്ളോഗിലെ അനാമികയും തമ്മിലാണ് പ്രശ്നം. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ രണ്ടുപേരും തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള വ്ളോഗേഴ്സ് ആണ്. ഇങ്ങനെ ഇരിക്കാണ്ട് കഴിഞ്ഞ ദിവസം ട്രിവ്യൻ ക്രേസി വ്ളോഗിലെ അരുൺ എനിക്കെതിരെ വധഭീഷണി വരുന്ന എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനാമിക വ്ളോഗ്സിനെതിരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അനാമിക ഫേക്ക് ഫോളോവേഴ്സിന് ഉപയോഗിച്ചാണ് ഇത്രയും റീച്ച് ഉണ്ടാക്കിയത് എന്നും ഈ ഫേക്ക് ഫോളോവേഴ്സിന് എണ്ണം കാണിച്ച് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഉടമകളെ പറ്റിക്കുകയാണ് എന്നും വലിയ എമൗണ്ട് കൊടുത്ത് അനാമികയെ കൊണ്ട് വ്ളോഗ് ചെയ്യിപ്പിച്ചിട്ടും ഒരൊറ്റ പ്രൊഫൈൽ വിസിറ്റോ ഫോളോവേഴ്സോ കിട്ടാത്ത ഒരുപാട് ഹോട്ടൽ ഉടമകൾ ഉണ്ട് എന്നും അവർ തന്നോട് പരാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രിവ്യൻ ക്രേസി വ്ളോഗർ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടൽ ഉടമകൾ പരാതി പറഞ്ഞപ്പോ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഫേക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്ന് രണ്ട് പേരെ ബന്ധപ്പെട്ട് ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് താൻ പറഞ്ഞു എന്നും ഇപ്പൊ അവരിൽ നിന്നും തനിക്ക് വധഭീഷണി നേരിടുന്നുണ്ട് എന്നും അരുൺ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അരുണിന്റെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എനിക്ക് വധഭീഷണി കേട്ടോ. കാര്യം എന്താണല്ലേ? ഇതാണ് കാര്യം. ഉൾപ്പെടെ ഒത്തിരി റൈസ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. യൂഷ്വലി ട്രൈ ചെയ്യുന്ന ഈ ബ്ലോഗറുടെ പേരാണ് അനാമിക വ്ളോഗ്സ് കേട്ടോ. അനാമിക വ്ളോഗ്സ് വെച്ചാൽ എപ്പോഴും ഒരു പെട്ടെന്ന് ഒരു 5-6 മാസം കൊണ്ട് 230K വരെ ഫോളോവേഴ്സ് ആയി വന്ന ആളാണ്. പെട്ടെന്ന് ഒരു സ്റ്റെപ്പിൽ തന്നെ 60K ഫോളോവേഴ്സ് പെട്ടെന്ന് കുറഞ്ഞു. അപ്പോൾ ഓട്ടോ അടിച്ച് കയറ്റുമ്പോൾ ഇന്ന ദിവസം ഉണ്ട്, ആ ദിവസം ഫോളോവേഴ്സ് താഴെ കുറയും. പിന്നെ അടിച്ച് കയറ്റി 130K ഫോളോവേഴ്സ്. ഈ വീട് ചെയ്ത ഷോപ്പിലുള്ള അവരുടെ മെസ്സേജാണ്. പണി കിട്ടി, ക്യാഷ് പോയി, ഒരു പ്രൊഫൈൽ ബി പോലും കിട്ടിയില്ല. ഇതാണ് ആ ഷോപ്പ് അയച്ച മെസ്സേജ്. അടുത്ത മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീണ്ടും വിഴിഞ്ഞത്ത് വന്നു ഗുയിസ്. ആ കടയിൽ നിന്ന് മെസ്സേജാണ്. അങ്ങനെ വലിയ റിസൾട്ട് ഒന്നുമില്ല. ഇങ്ങനെ എന്നെ കാണിക്കാനുണ്ടെങ്കിൽ കുറേയേറെ കടക്കാര് മെസ്സേജിലുണ്ട്. അപ്പം പറയാന്ന് വെച്ചാല് ബോട്ട് വീസ് കയറ്റി ആൾക്കാരെ പറ്റിക്കുന്ന കുറെ ബ്ലോഗർമാരുണ്ട്. അത് ട്രിവാൻഡ്രം മാത്രമല്ല, കൊല്ലത്തും ഉണ്ട്. ബോട്ട് വീസ് മാത്രമല്ല, ബോട്ട് ഫോളോവേഴ്സ് കയറ്റി ഫോളോവേഴ്സ് 200, 300, 400 കാണിക്കുന്ന ആൾക്കാരുണ്ട്. 3000, 4000 ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരാം എന്ന് നേരെ പോകുന്നു. 4000 മേടിക്കുന്നു, 3000 മേടിക്കുന്നു, അവിടെ പോയി കഴിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു, പൈസ വാങ്ങിക്കുന്നു. ബോട്ട് വീസ് കയറ്റി കടക്കാരെ പറ്റിച്ചിട്ട് 100K, 150K, 200K കാണിക്കുന്നു. ഈ വീസ് കയറ്റിയത് കൊണ്ട് കടക്കാർക്ക് ഒരാളെ പോലും പോകാറില്ല. ഇതുപോലെ ബ്ലോഗേഴ്സിനെ ഇങ്ങനെ പറ്റിക്കുന്ന ബ്ലോഗേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയണം, അവരെ പറ്റി നിങ്ങൾ പറയണം. മനസ്സിലായോ? എന്നാൽ എനിക്ക് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കി, ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. ഇയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത് വൻ തണ്ടിത്തരം തന്നെയാണ്. കാരണം ഇന്ന് നമ്മൾ മിക്കവാറും എല്ലാവരും ഈ ഫുഡ് സ്പോട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ ഫുഡ് വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ്. അല്ലെ, ഒരു ഫുഡ് വ്ളോഗർ വന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ സ്ഥലത്ത് കുറച്ച് ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും. തുടക്കത്തിൽ ഈ വ്ളോഗറുടെ വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ആ ഫുഡ് സ്പോട്ടിൽ ചെന്ന് ഫുഡ് ട്രൈ ചെയ്യുന്നതെങ്കിൽ കൂടിയും അവിടെ ചെന്ന് നല്ല ഫുഡും സർവീസും കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ക്ലിക്കായ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ടുകൾ ഉണ്ട്. അല്ലെ, സോ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫുഡ് ഷോപ്പ് ഉടമകളും ഫുഡ് വ്ളോഗർമാരെ കൊണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. തന്റെ ഷോപ്പിന് എല്ലാവർക്കും പരിചയപ്പെടുത്തുക. അങ്ങനെ ഇനീഷ്യൽ പുള്ളിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് നല്ല സർവീസും ഫുഡും കൊടുത്ത് അവരെ സ്ഥിരം കസ്റ്റമറായി നിലനിർത്തുക. ഈ ഒരു മൈൻഡിലാണ് പലരും ഫുഡ് വ്ളോഗേഴ്സിന് പൈസ കൊടുത്ത് അവരെ കൊണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടും ഒരാൾ പോലും ആ ഷോപ്പിലേക്ക് വരാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അനാമിക വ്ളോഗ്സിനെ വെച്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്ത പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ട്രിവ്യൻ ക്രേസി വ്ളോഗർ പറയുന്നത്. വീഡിയോക്ക് നല്ല റീച്ചും ലൈക്കും ഒക്കെ ഉണ്ടാകും, പക്ഷെ കടയിൽ അതിനനുസരിച്ച് ആൾ കയറുന്നില്ല. അതുപോലെ തന്നെ കൊളാബ് വീഡിയോ ആയിട്ട് പോലും ഷോപ്പിന്റെ പ്രൊഫൈൽ ആക്ടിവിറ്റി കുറവായിരിക്കും. ഫേക്ക് ഫോളോവേഴ്സിനെ വെച്ച് വ്യൂസും ലൈക്സും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ട്രിവ്യൻ ക്രേസി വ്ളോഗർ പറയുന്നത്. എന്തായാലും ഇനി ഇയാൾക്ക് വന്ന വധഭീഷണിയെ കുറിച്ച് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഫസ്റ്റ് പറഞ്ഞ വധഭീഷണി എന്താണെന്നല്ലേ? ഈ ഒരു പറഞ്ഞ വ്ളോഗേഴ്സിന് ഇപ്പൊ 3-4 വ്ളോഗേഴ്സ് ബോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ ഫോളോവേഴ്സും വ്യൂസും കയറ്റി കൊടുക്കുന്ന 2 ടീമുകൾ ഒറ്റപ്പാടത്തുണ്ട്. ആ ടീമിലുള്ള ഒരാളെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ചെയ്ത് കൊടുക്കരുത്, വീസ് കൊടുക്കരുത്, പ്രൊമോഷൻ വർക്കുകളാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമുക്കെതിരെ ശബ്ദിക്കുന്ന ആരായാലും നമ്മൾ അവരെ തട്ടിക്കളയും, അവരെ അക്കൗണ്ട് അടിച്ചു കളയും, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്റെ അക്കൗണ്ട് പോകണമെങ്കിൽ നാളെ ഞാൻ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ ചെയ്ത ആരൊക്കെയാണെന്ന് അവരെ വീഡിയോയും ഫോട്ടോ എടുക്കാൻ ഞാൻ കാണിക്കും. ഇങ്ങനെ ആൾക്കാർ ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞ ഒരാള് ഇനി 2-3 പേരുടെ ഉണ്ട് കേട്ടോ. അപ്പം അവരുടെ പേരുടെ അടുത്ത വീഡിയോ പറഞ്ഞായിരിക്കും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. എന്നെ കൊന്നുകളയാൻ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഇതിൽ നിങ്ങളെ പറ്റിച്ചിട്ടുള്ള വ്ളോഗർമാരുണ്ടെങ്കിൽ ആ ഐഡിയ ഒന്ന് മെൻഷൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ വ്ളോഗ് ചെയ്യാനാകുമ്പോൾ മുതലാളിമാരെ അറിയുന്നില്ല അവർ ഈ ബോട്ടാണോ ഇതാണോ സംഭവം എന്ന്. അപ്പൊ ഇനിയെങ്കിലും സൂക്ഷിക്കുക. ഭംഗിയിലൊന്നും കാര്യമില്ല, വർക്കിലാണ് മക്കളെ കാര്യം. അതുകൊണ്ട് ചിന്തിക്കുക, ബോട്ട് ആയിട്ട് നിങ്ങളെ പൈസ 3000 രൂപ നിങ്ങൾ കഷ്ടപ്പെട്ട പൈസയല്ലേ എന്ന് ചുമ്മാ കൊടുക്കുന്നത്. ഇവിടെ പോലെ എന്തിനു വളർത്തണം? ഇപ്പൊ ലാസ്റ്റ് വാണിംഗാണ്, ഇനിയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വലിച്ചു കീറും,
അതിന്റെ പേര് നടപടി എടുക്കുകയും ചെയ്യും. നിങ്ങളത് ക്യാഷ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളെ വീഡിയോ എത്ര ലൈക്ക് ഉണ്ട്, എത്ര ഷെയർ പോയിട്ടുണ്ടെന്ന്. ഇത് ഓഫ് വെക്കുന്ന എന്തിനാണ്? ഇത് നമ്മൾ ചോദിക്കണം കേട്ടോ. അപ്പൊ ആരായാലും ശരി, ലൈക്കും കമന്റും ഷെയറും അത് നിങ്ങളുടെ അവകാശമാണ്, അത് നിങ്ങളുടെ പൈസയുടെ അവകാശമാണ്. നിങ്ങൾ ഓൺ ചെയ്യിക്കാൻ പറയണം. വീണ്ടും കാണാം. ബൈ ബൈ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇയാളുടെ വീഡിയോക്ക് താഴെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പിന്തുണച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള അൽഫുഡി സൂരജും ട്രിവേൻ ഫുഡി കാർത്തിക്കും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റുകളൊന്ന് വായിച്ചു നോക്കാം. ഒരാളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം കാണിച്ചല്ലോ. അതുപോലെ കുറെ പേരുണ്ട്, അവർ എല്ലാവരെയും വെളിയിൽ കൊണ്ടുവരണം. കടക്കാരനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ കുറെ ബോട്ട് വ്ളോഗേഴ്സ്. ഇങ്ങനെയുള്ള ഫ്രോഡുകൾ തിരുവനന്തപുരത്ത് മാസങ്ങളായി ഫേക്ക് റീച്ച്, വ്യൂസ്, ലൈക്സും കാണിച്ച് പല ഷോപ്പുകളിലും സാമ്പത്തിക തട്ടിപ്പ് നടത്തി വരുന്നുണ്ട്. സൈബർ സെൽ മുഖേന ഇവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്താൽ ഷോപ്പ് ഉടമകൾ മുന്നോട്ട് വരാത്തത് ഇവർ നെഗറ്റീവ് റിവ്യൂ ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് എന്ന് മനസ്സിലായി. ഫേക്ക് ഇൻസൈറ്റ് കാണിച്ച് ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കർശന നിയമ പോരാട്ടം നടത്തി ഇത്തരം തട്ടിപ്പുകൾ മറ്റാരും ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും എന്ന ലേബലിൽ ആവർത്തിക്കാതിരിക്കണം. ഇവരെ പോലുള്ള ഫ്രോഡുകൾ കാരണം ജെനുവിൻ റീച്ച് ഓർ ഓർഗാനിക് മെത്തേഡ് ഫോളോ ചെയ്യുന്ന പല ഇൻഫ്ലുവൻസേഴ്സും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് കൊല്ലത്തും ട്രിവാൻഡ്രത്തും നടന്നു വരുന്നത്. സൈബർ സെൽ മുഖേന ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ സൂരജിനും കാർത്തിക്കിനും എല്ലാം ഫേക്ക് ഫോളോവേഴ്സിനും വെച്ചാണ് അനാമിക വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ അറിയാം. ഇതിനെക്കുറിച്ച് ആരെങ്കിലും വീഡിയോ ഇടുന്നത് കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കമന്റ് ഇടാൻ. സത്യത്തിൽ ഇതെല്ലാം ഇവരെല്ലാരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. അത് വേറെ കാര്യം. ഇവര് 3 പേരും കൂടി പ്ലാൻ ചെയ്തു, മറ്റാള് വീഡിയോ ഇട്ടു, ബാക്കി 2 പേര് കമന്റും ഇട്ടു, അത്രേ ഉള്ളൂ. എന്തായാലും ട്രിവിയൻ ക്രേസി വ്ളോഗറുടെ ആരോപണത്തിന് മറുപടിയുമായി അനാമിക വ്ളോഗ്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടുനോക്കാം. ഹായ്, എന്റെ പേര് അനാമിക ലൈല. ഞാൻ 2021 തൊട്ട് ട്രിവാൻഡ്രത്ത് വ്ളോഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗർ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനടുത്ത ഇഷ്യൂസ് ഉണ്ട്. കുറെ നാൾ മുമ്പ് ഒരു വ്ളോഗറിനെതിരെ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ട്രിവാൻഡ്രത്തെ വ്ളോഗർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വീഡിയോ ചെയ്ത വ്ളോഗറെ സപ്പോർട്ട് ചെയ്യുക, മുകേശൻ നായരെ വലിച്ചു കീറുക, അയാൾ ഇനി വീഡിയോ ചെയ്യാൻ പാടില്ല. മുകേശൻ നായർ മാത്രമല്ല, മൃണാൾ എന്ന് പറയുന്നൊരു വ്ളോഗറുണ്ട്, പുള്ളിയും ട്രിവാൻഡ്രത്തൊന്നും വീഡിയോ ചെയ്യാൻ പാടില്ല. ഇതാണ് ആ ഗ്രൂപ്പിന്റെ ഒരു രഹസ്യ അജണ്ട എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിലുള്ള വ്ളോഗേഴ്സ് പറഞ്ഞു കേസ് ആരോപണം വന്നേ ഉള്ളൂ, കളിയട്ടെ, അപ്പൊ നമുക്ക് അയാളെതിരെ ചെയ്യാം, എന്താ പറ്റില്ല. ഇപ്പൊ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഗ്രൂപ്പിലുള്ള വ്ളോഗർമാർ കുറെ പേര് ഇട്ടു. അപ്പൊ കുറച്ച് പേര് അത് ഇടാൻ മടിച്ചു നിന്നു, ഞാനും ഇട്ടില്ല. മറ്റിടാൻ പറ്റാത്ത ആൾക്കാർ ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിഷയം വന്നപ്പം 1-2 വ്ളോഗർമാർ ലെഫ്റ്റ് ചെയ്തു. കൂടെ ഞാനും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തു. ലെഫ്റ്റ് ചെയ്തതിൽ പ്രൊമോഷൻ വർക്കുകൾ കൂടുതൽ കിട്ടുന്നതും വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ എനിക്കെതിരെ അന്ന് ആ ഒരു സമയം തൊട്ട് ഞാൻ ഏതൊരു വീഡിയോ പോസ്റ്റ് ചെയ്താലും ആ ക്രമാവം വ്ളോഗർ എടുത്തിട്ട് അവിടെ മെസ്സേജ് ഇടുകയാണ്, ഇവള് ബോട്ടാണ്, ഇവള് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്ത് കയറ്റുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പല സ്ഥാപനങ്ങൾക്കും വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവരൊരു 3 വ്ളോഗർമാരുണ്ട്. അത്യാവശ്യം വർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്ളോഗറിന്റെ മൂഡ് താങ്ങി നടന്നാണ്ടിട്ടാണ് ഈ അമ്മാവൻ വ്ളോഗർ ആയത്. എന്ന് വെച്ചാൽ അവന്റെ കൂടെ വീഡിയോ എടുക്കാൻ പോയി ഇയാൾ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കും. അയാൾ 45,000 വാങ്ങുമ്പോൾ ഇവന് 5,000 10,000 വാങ്ങിച്ചു കൊടുക്കും. ഇവൻ പിന്നെ വേറൊരു വ്ളോഗർ, ഇവരെ കൂടെ ഈ 3 പേരിൽ അവൻ ആരും ഇപ്പൊ വിളിക്കുന്നില്ല. ഓൾറെഡി ഫീൽഡ് ഔട്ടായ ആള്. ഈ 3 പേരും ചേർന്നാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഈ മുകേശ് നായരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യത്തിന് പുറത്താണ് ട്രിവിയൻ ക്രേസി വ്ളോഗർ തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാണ് അനാമിക പറയുന്നത്. അല്ലെ, മുകേശ് നായരുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അന്ന് ഉയർത്തി കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാലോ, ട്രിവിയൻ ഫുഡി കാർത്തിക് ആയിരുന്നു. ഈ മുകേഷും കാർത്തിക്കും തമ്മിൽ പണ്ടേ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിനിടയിൽ മുകേശ് നായർക്കെതിരെ ഒരു പോക്സോ വകുപ്പിന് സംഭവം വന്നപ്പോ കാർത്തിക് നല്ലോണം മുതലാക്കി. അന്ന് അൽഫുഡി സൂരജും കാർത്തികിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അനാമിക മുകേശ് നായരുടെ കൂടെ ആയിരുന്നു നിന്നത്. അതിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ കാർത്തിക്കും സൂരജും കൂടി ചേർന്ന് തന്നോട് ചെയ്യുന്നത് എന്നുമാണ് അനാമിക പറയുന്നത്. കാർത്തികിന്റെയും സൂരജിന്റെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടിയും അവരെ തന്നെയാണ് അനാമിക ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ പറയുന്ന ട്രിവിയൻ ക്രേസി വ്ളോഗർ കാർത്തികിന്റെയും സൂരജിന്റെയും കളിപ്പാവ് മാത്രമാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ തിരുവനന്തപുരത്തെ വ്ളോഗർമാരെല്ലാം തമ്മിൽ തല്ലാണെന്ന് സാരം. അവിടെയുള്ള പ്രമുഖ വ്ളോഗർമാരെല്ലാം പുതിയ വ്ളോഗർമാരെ ഒന്നും വളരാൻ അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണവും കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ ദൈവത്തിന് അറിയാം. എന്തായാലും ഫേക്ക് ഫോളോവേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളെല്ലാം ട്രിവിയൻ ക്രേസി വ്ളോഗർക്ക് അറിയാമെന്നല്ല പറഞ്ഞത്. എല്ലാത്തിനെയും വലിച്ച് പുറത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ടാക്കി കൊടുക്കുന്നവരെയും അതുപയോഗിച്ച് കടയുടമകളെ പറ്റിക്കുന്ന വ്ളോഗർമാരെയും തെളിവ് സഹിതം എക്സ്പോസ് ചെയ്യണം. എന്നാലേ ഇത് പൂർണ്ണമായും സത്യമാണെന്ന് ആളുകൾ വിശ്വസിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളി വാരി എറിയുകയാണെന്ന് ആളുകൾ വിചാരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.